ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വ്ളോഗ് കൊണ്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ലേഡീസിന് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പാത്രങ്ങൾ കാണാനും അതുപോലെ കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സ് ഒക്കെ കാണാനൊക്കെ ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട്. പിന്നെന്താ നമ്മുടെ റിലേറ്റീവ്സിനെ കാണാൻ പോയ വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം അൺബോക്സിങ്ങിനായിട്ട് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളത് ഇക്സോറ എക്സ്പോർട്സ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അവരുടെ ബ്രാൻഡിൻ്റെ പേരാണ് ഇക്സോറ എക്സ്പോർട്സ് എന്ന്. അതുപോലെ ഈ ഒരു കമ്പനി ഉള്ളത് ചൈനയിലാണ്, പക്ഷേ ഇവർക്ക് നാട്ടിൽ പാലക്കാട് വെയർഹൗസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ വെയർഹൗസിൽ നേരിട്ട് പോയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഡക്ട്സൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. എല്ലാം കുറച്ച് പൊട്ടുന്ന കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് ഇവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. എനിക്ക് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസിനേക്കാളും കൂടുതൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. കിച്ചൺ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വീട്ടിലോട്ടുള്ള കിച്ചണിലോട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ടും ഭയങ്കര ഇഷ്ടമാണ് അൺബോക്സ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഒക്കെ കേട്ടോ. എനിക്കെന്നല്ല, ഒട്ടുമിക്ക ലേഡീസിനും ഇതുപോലത്തെ പ്രൊഡക്ട്സ് കാണാനും അതുപോലെ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള ബോക്സുകൾ. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് തുറന്ന് നോക്കാം. പിന്നെ ഈ പ്രൊഡക്ട്സൊക്കെ ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട്, പുറത്തില്ല കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ആമസോൺ ത്രൂ ആണ് നിങ്ങളിത് ഓർഡർ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബോക്സിൻ്റെ നമ്മൾ അൺബോക്സ് ചെയ്തത് നല്ലൊരു സ്പൂൺ ഹോൾഡറാണ്. സ്പൂണ് ഫോർക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ബോക്സ് കേട്ടോ. അതും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെയുള്ള ലൈറ്റ് ഷെയ്ഡ്സിലാണ് ഇതുപോലത്തെ ഐറ്റംസൊക്കെ വരുന്നത്. നല്ല ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അതും. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് അതും. പിന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, ഒന്നും ഡാമേജ് വന്നിട്ടില്ല. എല്ലാതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാ പ്രൊഡക്ട്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ അയച്ചതൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തത് ഈ ഒരു സ്പൂൺ ഹോൾഡറാണ്. 4 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടാവും. ഒരു മോഡുലാർ കിച്ചണിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അടുത്തത് ഒന്ന് തുറന്നു നോക്കാം. ഇക്സോറ എക്സ്പോർട്സ് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു കമ്പനിയുടെ പേര്, ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. പിന്നെ അടുത്ത പെട്ടി, അതിനകത്ത് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എനിക്കും സത്യം പറഞ്ഞാൽ ഓരോന്നും തുറക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് കിട്ടുമെന്നുള്ളതൊക്കെ, ഡാമേജ് ഒന്നും ഇല്ലാണ്ട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ അത് നല്ലൊരു സ്റ്റാൻഡൊക്കെ ഉള്ള നമ്മൾ കണ്ടെയ്നർ ഉണ്ടല്ലോ, ടീ കോഫി പൗഡർ അതുപോലെ ഷുഗറൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നർ. ഇതൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളെ കിച്ചണിലോട്ട് ഇതൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഷുഗർ ഇട്ട് വെക്കുന്നത്, അതിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇട്ട് വെക്കേണ്ടതെന്നുള്ളത്. ഷുഗർ, ടീ, കോഫി, അങ്ങനെ 3 കണ്ടെയ്നേഴ്സാണ്. നല്ല ഭംഗിയുണ്ടാകുന്ന ഒരു ഷേപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആട്ടോ അത്. പിന്നെ ഇതുപോലത്തെ പ്രൊഡക്ട്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റീനെ വാങ്ങിക്കാൻ നോക്കുക. അതിപ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും ക്വാളിറ്റി കുറവുള്ളത് വാങ്ങിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് കേടാവും. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നമ്മൾ എന്തായാലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്ന് വാങ്ങിക്കാൻ നോക്കുക. ഇത് എൻ്റെ ഒരു എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ള പ്രൊഡക്ട്സാണ് എല്ലാതും. പിന്നെ എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ അയച്ചു തരുമ്പം എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വ്യൂവേഴ്സിന് അത് അറിയാൻ തോന്നും. പിന്നെ നമുക്ക് കഷ്ടപ്പെട്ട് ഒരാൾ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചില പ്രൊഡക്ട്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സൈലൻ്റ് ആവാറുണ്ട്. അപ്പോൾ അതും നമ്മുടെ വ്യൂവേഴ്സിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പം ഇതിപ്പം ഒരു എന്താ പറയുക, ഒരു ഡിന്നർ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. 2 പ്ലേറ്റ്, ഒരു ബൗള്, പിന്നെ ഒരു കപ്പ്,
അങ്ങനെ 4 പീസ് അടങ്ങുന്ന ഒരു സെറ്റാണ്. അതും നമുക്കിങ്ങനെ എന്താ പറയുക, ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു സ്പൂൺ റെസ്റ്റാട്ടോ. അതെൻ്റെ അടുത്ത് ഇല്ല. അപ്പം ഞാനിത് വിചാരിച്ചൊരു സംഭവം തന്നെയാണ് ഒന്ന് വാങ്ങിക്കണം എന്ന്. കാരണം നമ്മൾ ഈ സ്റ്റവിൻ്റെ അടുത്തൊക്കെ ഇത് വെക്കുമ്പം നമ്മൾ സ്റ്റവിലൊക്കെ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ഇളക്കിയ ശേഷം നമുക്ക് ആ ഒരു സ്പൂൺ അല്ലെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടാവില്ലേ. അപ്പോൾ ഇത് സ്റ്റവിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ ഇതാണ് സ്പൂൺ റെസ്റ്റ്. അറിയുന്നുണ്ടാവും കുറേ പേർക്കൊക്കെ, അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ സ്പൂണൊക്കെ യൂസ് ചെയ്ത സ്പൂണ്, കറിയിലൊക്കെ യൂസ് ചെയ്ത സ്പൂണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ആ സ്റ്റൗവിൽ അതിൻ്റെ കറിയൊന്നും ആവില്ല. അപ്പോൾ അതാണ് സംഭവം. അതും നല്ല ക്യൂട്ടാണ്, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. അതിൽ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ജാറാണ്, 6 പീസ് ഗ്ലാസ് ജാറാണെന്ന്. ഗ്ലാസിൻ്റെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം 6 ബോക്സാണ് കാണുന്നത്. സ്റ്റോറേജ് ബോക്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും തുറന്നു നോക്കാം. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കറും കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് വേണമെങ്കിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറും കൂടിയുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഒരു വെറൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഈ പ്രൊഡക്ട്സ് എല്ലാതും ഒരു വെറൈറ്റി തോന്നുന്നില്ലേ? പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റൊക്കെ നോക്കിയാൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വേറെയും കാണാൻ പറ്റും കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് കൂടാണ്ട് വേറെ പ്രൊഡക്ട്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാം ആമസോൺ ത്രൂ ആണ് വാങ്ങിക്കേണ്ടത്. അതുപോലെ ഹോൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, പുറത്തേക്ക് ഡെലിവറി ഇല്ല കേട്ടോ. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. UAE GCC കൺട്രീസിലൊന്നും ഇപ്പോൾ ഡെലിവറി ഇല്ല. നാട്ടിലാണ്, ഇന്ത്യയിലാണ് ഡെലിവറി ഉള്ളത്. അപ്പോൾ ഇതിപ്പം 6 ഗ്ലാസിൻ്റെ ജാറുകളാട്ടോ ഈ ഒരു സെറ്റിലുള്ളത്. 6 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ഞാനിപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. കാരണം ചെറിയ ചെറിയ ബോക്സുകൾ കണ്ടിട്ടുണ്ട്. വലിയ ഈ ഈവനിങ് ടീ ടൈം സ്നാക്കിനൊക്കെ പറ്റിയിട്ടുള്ള വലിയ ബോക്സ് ഞാനിപ്പം ഇങ്ങനെ ഈ ഒരു സെറ്റായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അതും നല്ല വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിലാട്ടോ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ടീ, കോഫി, ഷുഗർ, ഇത് 3ഉം കൂടി ഒരു ചെറിയ ബോക്സും പിന്നെ നമുക്ക് ബ്രെഡ് അതുപോലെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, കുക്കീസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വലിയൊരു ബോക്സും. ശരിക്കും പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിംഗ് ഒക്കെ ആവാനുള്ളവർക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അവർക്ക് അത്യാവശ്യം വേണ്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് ഇവരുടെ ഈ ഒരു പേജിൽ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ വലിയ ബോക്സ് ബ്രെഡ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ളത്. പിന്നെ ഓരോന്നിനും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ഷുഗർ, ടീ, കോഫിയൊക്കെ ആയിട്ട്. ഇത് ബ്രെഡ് ബോക്സ് ആണ്. പിന്നെ നമ്മൾ നാട്ടിലൊന്നും ബ്രെഡൊന്നും നമ്മൾ അധികമായിട്ടൊന്നും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നൊരു വലിയൊരു ബോക്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ടീ, ഷുഗർ, കോഫി അങ്ങനെയുള്ള ബോക്സായിട്ടും എല്ലാം നല്ല ക്യൂട്ടാണ്. കാരണം ആ ഒരു കളേഴ്സിനെ കൊണ്ടാണ് ക്യൂട്ട്നെസ് വരുന്നത്. ഒരു ഗ്രീൻ, നല്ല ലൈറ്റ് ഗ്രീനിലാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ പിങ്കും വേറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അടുത്തത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതും ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത് നമ്മുടെ എഗ് ബാസ്ക്കറ്റ് എന്ന് പറയും. അതായത് മുട്ടൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു ബാസ്ക്കറ്റാണ്. അതിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവമാണ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അതും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. താഴെ നമ്മൾ മുട്ട ഇട്ട് വയ്ക്കാം, മുകളിൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോഴീനെ കൊണ്ട് ക്ലോസ് ചെയ്യുക. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പല കളേഴ്സും അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ്. അപ്പം ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇവരുടെ ആമസോൺ ലിങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അവരുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിലായിട്ട് കൊടുക്കാം. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. 2 ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ള വ്ളോഗൊക്കെ ആയിട്ടത്. അപ്പം ഒരു ദിവസം നമ്മൾ രാവിലെ പുറത്തിങ്ങനെ ഒരു സ്ഥലം വരെ പോയതാണ്. അപ്പം പോകുന്ന വഴി ഇതങ്ങനെ പുറത്തിങ്ങനെ റോഡ് സൈഡിൽ കുറേ ചട്ടികൾ വെക്കുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ വാങ്ങിക്കാണ്ട് പോരാൻ തോന്നിയില്ല. നല്ല ബ്ലാക്ക് കളറുള്ള ചട്ടി അങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ കറുത്ത ചട്ടികൾ, എപ്പോഴും റെഡ് കളർ ചട്ടിയാണല്ലോ കിട്ടുന്നത്. ഇത് മയക്കെടുക്കാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു. പലരും പല ഇതും പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് ഇത് ഈ ടയർ കത്തിച്ചിട്ടൊക്കെയാണ് ഇതിങ്ങനെ ബ്ലാക്ക് കളർ വരുന്നത്. എന്നാലും ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പുട്ടുംകുറ്റിയൊക്കെ വരെ ഉണ്ട് കേട്ടോ. ചീനച്ചട്ടി, ദോശച്ചട്ടി, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പം ഞാൻ 1-2 അത് എടുത്തിട്ടുണ്ട്. ഇതാ ഫ്രൈങ് പാൻ പോലത്തെ ചട്ടി ഇതൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ. അങ്ങനെ എല്ലായിടത്തും കാണാറില്ല. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനെ ഇതൊന്നും വെച്ചിട്ടല്ല എന്ന് കേട്ടോ. അതായത് ടയർ അങ്ങനെ കത്തിച്ചിട്ടൊന്നല്ല അങ്ങനെ മയക്കെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്താ സത്യാവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ദോശച്ചട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്, മയക്കെടുക്കുകയാണ്. ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ചട്ടി മയക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് മയക്കുന്നത് ഇതുപോലെയാണ്. ഉമി ഇട്ടിട്ട് ഉള്ളിൽ മയക്കും, ചട്ടിയുടെ ഉള്ളിൽ ഉമി ഇട്ടിട്ട് മയക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ അത് മൊത്തത്തിലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പുക കൊള്ളിപ്പിക്കും. അപ്പം നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടും. പിന്നെ എണ്ണ തടവിയിട്ട് കുറച്ച് ദിവസം വയ്ക്കും. അപ്പം ചട്ടിയുടെ കളറൊക്കെ ഒന്ന് മാറും. നല്ല റെഡ് കളറുള്ള ചട്ടി ഏകദേശം കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചട്ടി മയക്കാറ്. പിന്നെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നതൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ മൂത്ത സിസ്റ്ററുടെ വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ അവിടേക്കൊക്കെ പോകുന്നത് സംസാരിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടില്ല. പിന്നെ ഇക്കാടെ മൂത്ത സിസ്റ്ററുടെ മോൻ്റെ നിക്കാഹ് ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങോട്ടേക്ക്. ഇത് ഈന്തിൻ്റെ ചെടിയാട്ടോ. ഈ ചെടിയെന്നാണോ മരം എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈന്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെടിയാണ്. അങ്ങനെ പിന്നെ അവിടെ നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നിക്കാൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഇക്കാടെ രണ്ടാമത്തെ സിസ്റ്ററുടെ വീട്ടിലോട്ട് പോകുന്നത്. ഇവിടെ പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ടാവും നിങ്ങൾ. അപ്പം ഇവിടെയും നമ്മൾ വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മക്കളുടെ കളികളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സ് പറയുന്നൊരു കാര്യമാണ് ഇക്കാനെ കാണിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇക്ക നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാനെ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇക്കാനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇക്ക വീട്ടിലുണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയി പിന്നെ വീഡിയോ എടുക്കുമ്പം അങ്ങനെ ഇക്കാനെ വീഡിയോ എടുക്കണം എന്നൊന്നും ഓർക്കാറില്ല. ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇക്കാനെ കണ്ടത്. അപ്പോൾ വേഗം കുറച്ച് ഷോർട്സ് എടുത്തതാണ്. പിന്നെ അവിടെ റോസു ഷവർമ കഴിക്കുകയാണ്. അവിടുന്ന് ഷവർമയും ചായയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പുറത്ത് തന്നെ ആയിരിക്കും. വീട്ടിൻ്റെ അകത്തൊക്കെ അങ്ങനെ വല്ലാണ്ട് കയറില്ല, പുറത്ത് ഇങ്ങനെ നടക്കൽ തന്നെ ആയിരിക്കും പണി. കുട്ടികളാണെങ്കിലും പുറത്ത് കളിക്കലും ഓടലും അങ്ങനെ തന്നെ ആയിരിക്കും പണി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് നടക്കുന്നുണ്ട്, ഇടയ്ക്ക് ഷവർമ കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, എല്ലാ പണികളും ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ മക്കൾ. പിന്നെ ഇക്കപ്പോൾ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഒരുപാടൊന്നും പോകാറില്ല. ഇക്കൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും വീട്ടിലോട്ട് പോകും, പിന്നെ എൻ്റെ വീട്ടിലോട്ടും പോകും. അതിനപ്പുറം വേറെ എവിടേക്കും പോകാറൊന്നുമില്ല ഇക്ക. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ചെറിയ വ്ളോഗ്സൊക്കെ ആയിരുന്നു. അധികം ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇനി നോമ്പൊക്കെ വരുവാണ് ഇൻഷാ അല്ലാ നല്ല വ്ളോഗും നല്ല റെസിപ്പീസുമായിട്ടൊക്കെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.